അപ്പോൾ നമ്മുടെ ഈ പറയുന്ന സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുന്നത്. 35 വയസ്സിന് മുകളിൽ, അല്ലെങ്കിൽ 40 വയസ്സിന് മുകളിൽ, 25 വയസ്സിന് മുകളിൽ ഒക്കെയുള്ള ആളുകൾ ഇതിനകത്ത് വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ആദ്യം പുകവലിയായി, പിന്നീട് കഞ്ചാവായി ഒക്കെ ഇത് രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ കഞ്ചാവ് എന്ന് പറയുന്നില്ല, ഹാഷിഷ് എന്ന് പറയുന്നില്ല, ബ്രൗൺ ഷുഗർ എന്ന് പറയുന്നില്ല, നമ്മളിപ്പോൾ സിന്തറ്റിക് ഡ്രഗുകൾ എന്നാണ് പറയുന്നത്, രാസലഹരികൾ എന്നാണ് പറയുന്നത്. ആ ഒരു സ്ഥലത്തേക്ക് ഈ കുട്ടികളെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം. നമ്മളിതിപ്പോൾ ചർച്ച ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന രാസലഹരിക്ക് അടിപ്പെടുന്നു എന്നുള്ളത് വലിയ വിപത്ത്. ആ അടിപ്പെടുന്ന വിഭാഗം ക്രിമിനലുകളായി മാറി വലിയ കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണല്ലോ രണ്ടാമത്തെ വിപത്ത് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളൊരു ലഹരി അഡിക്റ്റാണ് എങ്കിൽ നിങ്ങൾ മാത്രമാണ് നശിക്കുന്നതെന്ന് പറയാം. പക്ഷേ അവിടെ അവസാനിക്കുന്നില്ലല്ലോ ഈ പ്രശ്നം. അവിടെ നിന്ന് മറികടന്നുകൊണ്ട് ഈ ലഹരിയുടെ റാക്കറ്റായി പ്രവർത്തിക്കുക, അത് വാങ്ങാൻ പണമില്ലാതാകുമ്പോൾ പിന്നെ മോഷണങ്ങളിലേക്ക് പോവുക, പിന്നെ കൊലപാതകങ്ങളിലേക്ക് പോവുക, പിന്നെ എന്ത് തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റിക്കും സംഭവിക്കുക. അപ്പം ഞാനൊരു ഉദാഹരണം പറയട്ടെ. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളുടെയൊക്കെ ഒരു സ്വഭാവം എന്താണ്? അതിനകത്തൊക്കെ ക്രൂരമായൊരു മനോനിലയില്ലേ? ഇപ്പോൾ താമരശ്ശേരിയിൽ ആ കുട്ടിയെ നഞ്ചക്കൊണ്ട് അടിച്ചു എന്നാണല്ലോ പറയുന്നത്. അതുമാത്രമല്ലോ, താഴത്തിട്ടിട്ട് തലയ്ക്കിങ്ങനെ ചവിട്ടുകയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രെയിൻ ഡെത്ത് ഉണ്ടാകുമെന്ന് നമ്മൾ ഇന്നലെ തന്നെ നമുക്ക് കൃത്യമായ വിവരമുണ്ടല്ലോ. ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കാൻ കഴിയുന്നൊരു മനോനിലയിലേക്ക് നിങ്ങൾ മാറണ്ടേ? ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ?